പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷം നമുക്ക് OnePlusന്റെ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. അതായത് OnePlus Nord 2T. അന്ന് നമ്മുടെ ന്യൂ സീരീസിൽ നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ച ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടോ അവർ നമ്മുടെ മെസ്സേജ് കണ്ടു, അതിനുശേഷം അയച്ചു തന്നിട്ടുണ്ട്. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയങ്ങളെയാണ് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് പെട്ടി വന്നത്. ഇതിൻ്റെ പുറത്ത് വേറൊരു പെട്ടി ഉണ്ടായിരുന്നു, അതിനെ ഞാൻ വലിച്ചീറി കളഞ്ഞ്. ഇതാണ് പെട്ടി. ഇതിനെ നമുക്ക് അങ്ങ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് ഒരു 2 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ദിസ് വേ നോഡ് എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ ഇങ്ങനെ കമത്തി കിടത്തിയിട്ടാണ് വലിക്കേണ്ടതെന്ന് തോന്നുന്നു. ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. കമ്പാർട്ട്മെൻറ്റിലല്ലോ, ആദ്യത്തെ ഒരു പാട്ട്. ഇതിലെന്താണ്? ബിസ്ക്കറ്റാണോ? തിന്നുള്ളതാ? അല്ല, ബട്ടൺസ്. അതായത് നമുക്ക് കുറച്ച് ബട്ടൺസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് കരുതുന്നു. കുറച്ച് ബട്ടൺസും പിന്നീട് സ്റ്റിക്കേഴ്സ് ആണെന്ന് തോന്നുന്നു. സ്റ്റിക്കേഴ്സോ എന്തോ ആണ്. സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ദിസ് വേ നോഡെന്നും നെവർ സെറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറും പിന്നീട് ഒരു മിന്നലിൻ്റെ സ്റ്റിക്കറും പിന്നെ ഓരോ എക്സ്പ്രഷനിലുള്ള സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. അല്ലല്ല, ഇതിനകത്ത് കുറേ സ്മൈലീസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഒന്ന് പുച്ഛം, പിന്നെ ഒരെണ്ണം ഇത് കൊള്ളാം. ഇതെന്താണ് ഇതിനെ വെച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല, ധാരണയില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ MediaTek Dimensity 1300 എന്നത് ഒരു പെട്ടിക്കകത്താക്കി തന്നിരിക്കുന്നത്. നമ്മുടെ OnePlus Nord 2Tക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTek Dimensity 1300 ആണ്. അതിനൊരു കുട്ടി പെട്ടിയിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ, അതും കൊള്ളാം. പിന്നെ ഒരു ചെറിയൊരു കാർഡ് കണ്ടോ, ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചു തരാം. ഹായ്, വെൽക്കം ടു ദ OnePlus Nord 2T 5G. ഇതൊരു 5G ഫോൺ ആയതുകൊണ്ട് തന്നെ എ ഫോൺ ദാറ്റ് ഈസ് പ്രിറ്റി മച്ച് എവറിത്തിങ് യു കുഡ് ആസ്ക് ഫോർ. പിന്നെ വി ഹോപ്പ് യു എൻജോയ് ദ എക്സ്പീരിയൻസ്. അതിനകത്ത് പ്രിറ്റി മച്ച് എന്നുള്ളതിനെ വെട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ ഫോൺ ദാറ്റ് ഈസ് എവറിത്തിങ് യു കുഡ് ആസ്ക് ഫോർ. അതാണ് സംഭവം. നെവർ സെറ്റിൽ OnePlus. ഓക്കെ, ഇതാണ് ആദ്യത്തെ ആ ഒരു പാട്ടിലുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഫോണിലേക്ക് കിടക്കാം. വേറൊരു പെട്ടിക്കകത്ത് വേറൊരു പെട്ടി, അതിൻ്റെ അകത്താണ് ഫോൺ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഈ ഒരു മെസ്സിനെ മൊത്തത്തിലൊന്ന് ഒഴിവാക്കാം. ഈ സാധന സാമഗ്രികളെല്ലാം നമുക്ക് തിരിച്ച് ഇതിൻ്റെ അകത്തേക്ക് വാരിയിട്ട് ഒതുക്കാം. അപ്പോൾ നമ്മുടെ OnePlus Nord 2Tയുടെ പെട്ടിയാണിത്. എൻ്റെ കയ്യിലുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8 GB റാമും 128 GB ഇന്റർണൽ സ്റ്റോറേജുമാണ്. അതേപോലെ തന്നെ 12 GB റാമും 256 GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. രണ്ട് തമ്മിലുള്ള പ്രൈസിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 28,000 രൂപ, 29,000 രൂപ ഓൾമോസ്റ്റ് വരും. നമ്മുടെ 256 GB വേരിയൻറ്റിന് 34,000 രൂപ ഓൾമോസ്റ്റ് വരും. ആദ്യത്തെ കവർ ഞാൻ ഊരിക്കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ തന്നെ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ OnePlus ഡിവൈസിലും നമ്മൾ വെൽക്കം ചെയ്യുന്നത് പോലെ OnePlusൻ്റെ യൂസർ മാനുവലാണ്, പേപ്പർ വർക്കുകളും ഒക്കെ ഒരു പെട്ടിക്കകത്തിട്ട് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഒരു ചെറിയൊരു ബാക്ക് കവർ, പിന്നെ കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളും, പിന്നെ സിം എജക്ഷൻ ടൂള് കാര്യങ്ങളൊക്കെ. ഇനി നമ്മുടെ ഫോൺ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഫോണാണ് ഇതായിരിക്കുന്നത്. നമ്മൾ ഫോൺ പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ക്യാമറ മോഡ്യൂള് ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ക്യാമറ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ക്യാമറ റൗണ്ടിൻ്റെ അകത്ത് എന്തോ ഒരു രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് സത്യം പറഞ്ഞാൽ ഒരു റെയിൻബോ എഫക്റ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ലൈറ്റൊക്കെ കൂടി അടിക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്ലാസ് ബാക്കാണ് വരുന്നത്. നമ്മുടെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ചെറിയൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് അല്ല എന്നൊന്നും പറയുന്നില്ല, ചെറുതായിട്ട്. പക്ഷേ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ജനറേഷൻ നോഡ് ഫോണിലൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ബേസിക് തീം. എന്നാൽ നമ്മുടെ ക്യാമറ മോഡ്യൂളിൻ്റെ അവിടെ അവർ ഒരു ഡിസൈനിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് ഇതിൻ്റെ 50 മെഗാ പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്തും കൂടി ഒരു റൗണ്ടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരത് ആംഗിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല രസമാണ്. അതായത് ആ ഒരു റൗണ്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു കോണിലായിട്ട് അതിൻ്റെ 8 മെഗാ പിക്സലും പിന്നെ താഴെയായിട്ട് നമ്മുടെ ആ ഡെപ്തും നല്ല രസമുണ്ട്. പിന്നെ 6.43 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTek Dimensity 1300 ആണ്. ഒരു 5G പ്രോസസ്സറാണ്, നല്ല കാര്യം. ഇതാണ് നമ്മുടെ ഫോണ് ഞാൻ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം ഔട്ട് ഓഫ് ദ ബോക്സ് ഏത് ആൻഡ്രോയിഡ് വേർഷനിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് 12 ആവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ആൻഡ്രോയിഡ് 12 വരുന്നത്, ബേസ്ഡ് ഓൺ നമ്മുടെ ഓക്സിജൻ OS.
അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കലി ഒന്ന് നോക്കാം. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് നമ്മുടെ സെക്കൻഡറി മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സൈലന്റ് ടൊഗിൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ OnePlus 10R അകത്ത് ഞാൻ മിസ് ചെയ്ത ഏക കാര്യം ഈ ഒരു ടൊഗിൾ ബട്ടൺ ആണ്. പിന്നീട് തൊട്ട് താഴെയായിട്ട് പവർ ബട്ടൺ, പിന്നെ ബോട്ടം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സിം ട്രേ, അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ വെൻസും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടോ ഇതിൻ്റെ അകത്ത് അവർ അല്ലെങ്കിൽ OnePlus 3.5mm ഓഡിയോ പോർട്ടൊന്നും കൊടുത്തിട്ടില്ല, ഓഡിയോ ജാക്ക് പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വോളിയം റോക്കർ വരുന്നത്. ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ഡുവൽ ക്യാമറ എന്ന് തോന്നുന്ന തരത്തിലുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ OnePlusന്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കയ്യിലുള്ളതിൻ്റെ കളർ ഞാൻ ഒന്ന് നോക്കട്ടെ. ജെയ്ഡ് ഫോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഇതിനകത്തുള്ളത്. എനിക്ക് ഇത് ഏത് കളറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് ഏതൊക്കെ ഒരു സാധനം കയറ്റിയാൽ കിട്ടുന്ന ഒരു കളർ അല്ലേടാ. പിന്നെ വേറെ ഏത് കളർ എന്ന് പറയും, നമുക്ക് റിയൽ ലൈഫിൽ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഏതോ ഒരു നീല ഒരു ബ്ലൂ കുറച്ച് ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരു കളറാണ് ജെയ്ഡ് ഫോഗ്. അതായത് കഞ്ഞിവെള്ളം തന്നെ, കഞ്ഞി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ശരിക്കും കോമ്പറ്റീറ്റ് ചെയ്യുന്നത് നമ്മുടെ നത്തിങ് ഫോണൊക്കെ ആയിട്ടാണ്. ആക്ച്വലി ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ ഞാൻ പറഞ്ഞുതരാം. കയ്യിൽ പിടിക്കപ്പോൾ കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് നന്നായിട്ട് നമ്മുടെ ഹാൻഡ്സ് ഓൺ ഫീലിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കയ്യിൽ പിടിക്കുന്ന സമയത്ത് കൊണ്ടുവരുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ. അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഇത് തറയിൽ വീണാൽ തകിട് പൊടിയാവും എന്ന് നമുക്ക് മനസ്സിലാവും കയ്യിലെടുക്കപ്പോൾ തന്നെ. അപ്പോൾ ഒരു കേസ് ഇടുന്നത് ഉറപ്പായിട്ടും നല്ലതായിരിക്കും. പിന്നീട് ഡിസ്പ്ലേ എനിക്ക് പറയാനായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ചിന്ന് കുറച്ച് വലുതായി പോലെ തോന്നുന്നു. അതായത് മൊത്തത്തിൽ ഇതിൻ്റെ ബെസൽസ് കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇതിൻ്റെ ചിന്ന് കുറച്ച് കൂടിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു, കുറച്ചുകൂടി സ്ലൈറ്റായിട്ട് ചെയ്യണമായിരുന്നു. അതെന്തുകൊണ്ടോ നമ്മുടെ ഇത് കോമ്പറ്റീറ്റ് ചെയ്യുന്ന വേറെ കുറച്ച് ഫോണുകൾ നോക്കി കഴിഞ്ഞാൽ നത്തിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിരുന്നു ഇവിടെ ഈ ബെസൽ നല്ല രീതിക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേനെ ഇങ്ങനെ കർവ് ചെയ്ത് അകത്തേക്ക് കയറ്റണമെന്ന്. അതിനുള്ള പണി എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചിഹ്നം ഇത്രയും കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ചിഹ്നമുള്ള ഫോണുകൾ കാണുന്നത് വലിയ താല്പര്യമുള്ളതല്ല. പിന്നെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ഡിസ്പ്ലേ ആസ് യൂഷ്വൽ OnePlusന്റെ ഡിസ്പ്ലേ ആണ്, നല്ല കളർ കാലിബ്രേറ്റഡ് ആണ്. കളേഴ്സിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഒറ്റയടിക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല. AMOLED ഡിസ്പ്ലേ, ആ ഒരു പക്ക AMOLED ഡിസ്പ്ലേ. എനിക്ക് തോന്നുന്നു OnePlusന്റെ മറ്റ് ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ അറിയാലോ, അതേ ഒരു ഫീല് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഓവർ സാച്ചുറേറ്റഡ് ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒരു ഡിസ്പ്ലേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്വീക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതിനകത്ത് കളേഴ്സ് കൂട്ടുകയും ഓരോ പ്രീസെറ്റുകളുണ്ട്, വിവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രീസെറ്റുകളുണ്ട്. അതിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ക്യാമറ ഞാൻ പെട്ടെന്നൊന്ന് ഒരു സെൽഫി, എൻ്റെ അമ്മേ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് OnePlus Nord 2Tക്കകത്ത് വരുന്നത്. ഞാനിനി ഇത് പിടിച്ചതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടി എടുത്ത് നോക്കട്ടെ. ഫസ്റ്റ് ഇംപ്രഷനിൽ സെൽഫി വെച്ച് നോക്കുന്ന സമയത്ത് തരക്കേടില്ലാത്ത സെൽഫി. ഞാൻ 32 മെഗാ പിക്സൽ എന്ന് പറഞ്ഞ സമയത്ത് ഒന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല ഒരു ഇത് കിട്ടുമെന്ന്. പക്ഷേ ഇത് സൂം ചെയ്യപ്പോഴൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ അടിപൊളി. പക്ഷെ കുറച്ച് ഡീറ്റെയിൽസ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത് കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇത് ഇൻഡോറിലുള്ള ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് റിയർ ക്യാമറ നോക്കാം. നമ്മുടെ സ്പൈഡർ മാമൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ വെച്ചിട്ടുള്ള ഒരു സാമ്പിള്, നമ്മുടെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് വെച്ചിട്ടുള്ള ഒരു സാമ്പിള്. പിന്നെ ഇതിനകത്ത് മാക്രോ മോഡ് ഇല്ല, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ OnePlus പൊതുവെ ഒരു ഇങ്ങനെ ഇൻഡോർ ലൈറ്റിങ്ങിലൊക്കെ ഒരു യെല്ലോ ടിൻറ്റ് കൊണ്ടുവന്ന് കുത്തിക്കയറ്റാറുള്ളതാണ്. അത് ഇതിനകത്ത് കാണുന്നില്ല, എന്തുകൊണ്ടോ നല്ല കാര്യം. പിന്നെ അൾട്രാ വൈഡ് 8 മെഗാ പിക്സലേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. ആ വൈഡ് കിട്ടും എന്നതേ ഉള്ളൂ, ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ പ്രൈമറി ക്യാമറ നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർ അണ്ണൻ്റെ നെഞ്ചിലുള്ള സ്പൈഡറിൻ്റെ ചിഹ്നമൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനിഷ്യൽ ഇംപ്രഷനാണ് കേട്ടോ, ഇത് റിവ്യൂ ഒന്നും അല്ല ഞാൻ കിടന്ന് ഈ പറയുന്നത്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഇവിടെ കാണിക്കാനായിട്ട് പറ്റുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ സ്പീക്കറും കൂടി നോക്കാം. നമസ്കാരം എല്ലാവർക്കും, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണേ. ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, OnePlus ഇതിൻ്റെ ഓഡിയോ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ഓഡിയോ നല്ല രീതിക്ക് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ചെറിയൊരു സ്ലൈറ്റായിട്ടുള്ളൊരു റോബോട്ടിക്
റോബോട്ടിൻ്റെ ഒരു ചെറിയൊരു സാധനം ഈ വോയിസിൽ കയറി. മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. അത് നമ്മൾ ഈ ദിവസം ഇരുന്ന് ഓരോ വീഡിയോയ്ക്കും വേണ്ടി ഓഡിയോ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെറിയൊരു പ്രോസസ്സിങ് അവിടെ വരുന്നുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിഷ്യൽ ഇംപ്രഷനിൽ ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഫീലും ഡിസൈൻ ആവറേജ് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്യാമറ മോഡ്യൂളിൽ ആ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിനെ ഒരു ഡുവൽ ക്യാമറ പോലെ സെറ്റ് ചെയ്തത് വളരെ നല്ല കാര്യം. ഒരുപാട് ക്യാമറ കൊണ്ട് നിറച്ച് അതിനെ ഇല്ലാണ്ടാക്കാണ്ട് വളരെ മിനിമലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ലൈറ്റ് അടിക്കുന്ന സമയത്ത് റെയിൻബോ പോലെ കാണുന്നതും വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഇനി എനിക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ OnePlus Nord 2Tയുടെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ വരും. ഡീറ്റെയിൽഡ് മീൻസ് വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ. കാരണം നിങ്ങൾക്കറിയാം നത്തിങ് ഫോൺ എന്ന് പറയുന്നത് 34,000 റുപ്പീസാണ്. ഇത് നമുക്ക് 29 റുപ്പീസിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൻ്റെ അകത്തുണ്ട്. ഡയമൻസിറ്റി മോശമായിട്ടുള്ളൊരു പ്രോസസ്സറല്ല. നമ്മുടെ 1200 ഒരു എക്സലൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറായിരുന്നു. ശരിക്കും ഞാൻ പല ഫോണും ട്രൈ ചെയ്ത സമയത്ത് 1200 ശരിക്കും എന്താ പറയട്ടെ, ഫോണിനെ അത്രത്തോളം ഹീറ്റ് ആക്കാണ്ട് എന്നാൽ അത്യാവശ്യം ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ 1300 അതേപോലെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാൻ 1300യുടെ ഒരു ഫോൺ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആസ്ഫോൾട്ട് അതേപോലെയുള്ള പലതരത്തിലുള്ള ഗെയിമുകൾ നമുക്ക് ട്രൈ ചെയ്ത് ഇതിനകത്ത് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഔട്ട്ഡോറിലൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് നോക്കണം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ OnePlus Nord 2Tയുടെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ പ്ലസ് അൺബോക്സിംഗ് ആണ് ചെയ്തത്. അപ്പോൾ OnePlus Nord 2Tയിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം, എന്തൊക്കെയാണ് കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്? കാരണം നമ്മൾ റിവ്യൂ ചുമ്മാ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് വേണ്ടത്? ക്യാമറയാണോ, ഇതിന് ആ ഒരു പ്രശ്നമുണ്ടോ, ഈ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. അത് എന്താണെന്നുള്ളത് പറയാം. പിന്നെ 4500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ഫാസ്റ്റ് ചാർജറിൻ്റെ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. യെസ്, നമുക്ക് 80 വാട്ട്സിൻ്റെ സൂപ്പർ വോക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് നമ്മുടെ Type A to Type C കേബിൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, അൺബോക്സിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ഇതൊരു ചാനലും അല്ലയാ. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ, നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ. നിങ്ങൾ ഡേയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഹാവ് എ നൈസ് ഡേ. നിങ്ങൾ രാത്രിയാണ് കാണുന്നുണ്ടെങ്കിൽ ഹാവ് എ നൈസ് നൈറ്റ്. ഓക്കെ.